ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിന്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ബിരിയാണി കഴിച്ചതിന് ശേഷം നമുക്കൊരു പിസ്സ ആവാം അല്ലേ? നമ്മൾ ഹോം മെയ്ഡ് പിസ്സ. നമ്മളിപ്പോൾ ഒരു വില്ലേജ് ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കണേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ വീടുകളാണ്, ബംഗ്ലാവ് ടൈപ്പ് വീടുകൾ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ കുറേ ഏക്കറിൽ ഒരു വീട് കാണില്ലേ, ആ ഒരു അവസ്ഥയോടെ കൂടുതലും കൃഷി ഉള്ളതുകൊണ്ടായിരിക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നല്ല വീട്. കിങ്സ്റ്റണിലാണെങ്കിൽ റെസിഡൻഷ്യൽ ഏരിയകളുടെ ഓരോ പ്ലോട്ടുകളാണ്. അവിടെ കുറേ വീടുകൾ ഒരുമിച്ചായിരിക്കും. അതൊരു ഡെവലപ്പിംഗ് കമ്പനി ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് ടൂർ വരാന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആകുമ്പോഴല്ലേ നമുക്കൊരു ടൂർ ഫീലിംഗ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഇവിടെ വരുമ്പോഴേ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇലകളുടെ കളർ മാറി എത്തിക്കൊണ്ടിരിക്കണു. ഇനിയും കുറച്ച് ദൂരം കൂടി കവർ ചെയ്യാനുണ്ട്. റേഡിയോ ലേക്കിന്റെ ഭാഗമായിട്ടുള്ള സ്മിത്ത് ഫോളിലേക്കാണ് ഇന്നത്തെ യാത്ര. ഈ പോകുന്ന വഴിയൊക്കെ അടിപൊളിയുണ്ട് കാണാൻ. നമുക്ക് മിസ്സാക്കാൻ പറ്റില്ല ഈ കാഴ്ചയൊന്നും. നമ്മൾ അവിടെ എത്തിയിട്ട് എന്തേ കാണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതിന് പോണ വഴി തന്നെ അടിപൊളിയാണ്. കുറച്ചൊക്കെ മരങ്ങളൊക്കെ കളർ മാറി തുടങ്ങി. അപ്പോൾ നമ്മളിവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തേക്കാണ്. നട്ടുച്ച സമയമാണ്, 2 മണി. കുറച്ച് ഫുഡ് കഴിച്ചിട്ട് നീങ്ങാല്ലേ. നമ്മളിപ്പോൾ നിർത്തിയിരിക്കുന്ന സ്ഥലം ഒരു ഫാം ഏരിയയാണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ഫ്രഷ് ബിരിയാണി ആവല്ലോ എല്ലാവർക്കും. ചിക്കൻ ബിരിയാണി ആയാലോ? വേണ്ടില്ലേ? കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഫുഡാണ്. ചിലപ്പോൾ ഈ സ്മെല്ലിവിടെ ഈ പ്രദേശം മൊത്തം മരപ്പുണ്ടാവും. സാധനം ഗൈസ് റെഡി. അച്ചാർ കിട്ടിയില്ലേ ഇറങ്ങോ. പിന്നെ ഒരു ബിരിയാണി കഴിച്ചിട്ടാവാല്ലേ അടുത്ത സ്ഥലത്തേക്കുള്ള നമ്മുടെ മെയിൻ സ്ഥലത്തേക്കുള്ള പോക്ക്. എവിടെ മറ്റാളെന്ത് ജാക്കുവിൻ്റെ ഉള്ളിലാണോ? ഇൻസെക്റ്റിനെ പേടിച്ച ഒരാൾ അകത്ത് കയറിയതാണ്. നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലത്തിരുന്നിട്ട് കഴിക്കാൻ നല്ല സുഖമുണ്ടല്ലേ. ഇപ്പൊ എല്ലാരും എടുത്തോ, കഴിച്ചു നോക്കിട്ട് എങ്ങനെയുണ്ട്? അതെ, നമ്മളാണ് ഇത് വീട്ടിലുണ്ടാക്കിയിട്ടാണ് പിള്ളേർക്ക് കൂടുതലായിട്ടും പിസ്സ കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ പിസ്സ അങ്ങനെ മിസ് ചെയ്യാറില്ല അല്ലേ. ഫോൾസിൽ പോയപ്പോൾ പോലെയുള്ള രീതിയിൽ തന്നെയല്ല ഇവിടുത്തെ സിഗ്നൽസിന്റെയും വിളക്ക് കാലിന്റെ ഒക്കെ മുകളിൽ പൂക്കളൊക്കെ വെച്ച് നല്ല സ്റ്റൈല്. ഡൗൺ ടൗൺ എല്ലാം ഒരുപോലെയാ അല്ലേ? ഫോൾ എത്തിയെന്നാണ് പറയുന്നത് ഗൂഗിള്.
സ്റ്റോറാണ്. എല്ലാവരും നല്ല റീഡേഴ്സാണ്. ബുക്സ് കണ്ടു കഴിഞ്ഞാൽ അവർ കൂട്ടി കൂട്ടി വായിക്കും കേട്ടോ. നമ്മളൊന്നും അത്ര ബുക്സ് വായനാശീലം ഉള്ളവരാണോ എന്ന് അറിയില്ല, ഞാനും ഉൾപ്പെടെ. പക്ഷെ ഇവിടെ ബുക്ക് സ്റ്റോറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആൾക്കാർ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും. അത്രയും നോളജ് അവരിങ്ങനെ ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാർക്കിനുള്ളിലേക്ക് എൻട്രി ചെയ്യാം അല്ലേ? ഇവിടെ ആപ്പിൾ ഉണ്ടല്ലോ. ഇവിടെ ആപ്പിള് ചെറിയ ആപ്പിളാ. സെക്കൻഡ് വേൾഡ് വാർ 1939 to 1945 വേൾഡ് വാറിലെ രക്തസാക്ഷികളുടെ ഒരു സ്മാരകമാണ് ഇവിടെ. ഈ കാനഡയുടെ എല്ലാ പ്രൊവിൻസിലുള്ള ഫ്ലാഗുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സെക്കൻഡ് വേൾഡ് വാറിലെ മെമ്മോറിയലായിട്ട് ഇവിടെ കീപ്പ് ചെയ്യുന്ന ഒരു സ്മാരകമാണിത്. ഹെറിറ്റേജ് ഹൗസ് മ്യൂസിയം ഉണ്ട്, പാർക്ക്, റെയിൽവേ മ്യൂസിയം, സ്മിത്ത് ഫോൾസ്, ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡൗൺ ടൗൺ ആയിരുന്നു. എറിയേ 1890 സംതിങ്ങിലൊക്കെ 19ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതുപോലെ ഇതിന് ബ്രീത്തിങ് ആയിട്ടുള്ള വെള്ളം ഉണ്ടായിരുന്നു. അന്ന് മമ്മിയിലെ ദിവസം പോയിട്ടാണ് വെള്ളത്തിലിറങ്ങാൻ പോയിട്ടേ. ഓ നല്ല കോൾഡ് ആണ്. പക്ഷേ ഫിഷ് ഇല്ല. ഈ ടൗണിന് ഈ പേര് വന്നതെന്നാണ് പറയണത്. 200 കിലോമീറ്ററിലധികം വ്യാപിച്ച് കിടക്കുന്ന റിഡ്യൂ കനാൽ കാണാനാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. 19th സെഞ്ച്വറിയിലാണ് ഈ ഒരു കനാൽ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു കാർണിവൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റാളുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നെയ്തെടുക്കുന്നതാണ് കേട്ടോ. little pop-it mushrooms. These are little fidget toys. Oh my god. So they're $7 and they're just little fidgets like this. See? Wow, yeah. Yeah. And I have all these little octopuses that you see around. They're all $5. Yeah, super soft and it's good color combination. See? Thank you. Thank you very much. You have a good color sense. Yes, thank you. Thank you. Oh, that's all homemade.
ഹോം മെയ്ഡ് റെസിൻസ് ആണ് വെച്ചുണ്ടാക്കിയിട്ടുള്ള മോൾഡിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. Oh, they do, Jack. It's a good color, right? It's a glitter. Agante things. Hi. Whatever Yeah. you want on it. Thank you. Have a nice day. അപ്പൊ ഈ നീന്തലിന് എന്റെ ഫാൻറ്റസി ഉണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെള്ളം കാലത്തിരിക്കാട്ടാ. നല്ലൊരു പാർക്ക് അല്ലേ? ഇന്ന് നമ്മുടെ വൺ ഡേ ട്രിപ്പ് എത്തി നിൽക്കുന്നത് റിട്യൂ കനാലിൻ്റെ തീരത്താണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. കാർണിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിവിടെ നമ്മൾ സ്റ്റേ ചെയ്യാനാണ് പരിപാടി. രാത്രി ആവുന്നതോടുകൂടി ഒരു ഫേമസ് മ്യൂസിക് ബാൻഡിൻ്റെ മ്യൂസിക് പ്രോഗ്രാമും കൂടി ഉണ്ട്. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും സൈനിങ് ഓഫ് 777 ജാക്ക് ജോൺസ്. അതിന്റെ ബൂസ്റ്റ് ചെയ്യോ? ആ ബൂസ്റ്റ് എടുക്കട്ടോ. എടുക്കട്ടോ. നിൽക്ക അവരവിടെ നിൽക്കട്ടെ. ഇവിടെ ഒന്നും ആഴമൊന്നുമില്ല. എന്താ ഉമ്മ പപ്പ നോക്ക്. നീങ്ങി ചാക്ക് തട്ടി കൂടി യാ